Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ദം ബിരിയാണിയാണ്. നമ്മളൊരു സ്പെഷ്യൽ മസാലയാണ് റെഡിയാക്കുന്നത്. അതിൽ സ്പെഷ്യൽ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 kg ഫിഷാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലേശം കട്ടിയുള്ള ഏത് മീനും നമുക്ക് എടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കാം. ഫിഷൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് 5 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 സവാള കനം കുറഞ്ഞരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ബേ ലീഫ്, പട്ട, ഏലക്കായ, ഗ്രാമ്പൊക്കെ ആഡ് ചെയ്യാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് അരിയാണ്. നന്നായിട്ട് ഒരു 2 മിനിറ്റ് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് അളവിലാണ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ സവാള വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോകുന്നേരം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ മിക്സ് റെഡിയാക്കാം. ഇതിൽ 5 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക.
ഇനി ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പുതിനയുടെ ഇല അരിഞ്ഞത്, പിന്നെ മല്ലിയില അരിഞ്ഞത് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ആഡ് ചെയ്യാം. ഇനി ഫിഷ് പൊട്ടാത്ത രീതിയിൽ നമുക്ക് മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ മുന്നേ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ടിട്ട് ദം ചെയ്യാം. നമുക്ക് റൈസിൻ്റെ മുകളിൽ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ക്യാരറ്റും അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തതാണ്. അതൊന്ന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടും ദം ചെയ്തെടുക്കാം.